ജീവൻ കൊടുക്കേണ്ടത് പുഴ കരയുകയാണ്. അത് കാണണമെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്തുള്ള പാർവതി പുത്തനാറ് കരയുന്നു, കരഞ്ഞ് കണ്ണീരായി ഒഴുകുന്നെന്ന് പറയാം. അതിനൊരു പുതുജീവൻ കൊടുക്കേണ്ടത് വരുന്ന തലമുറകളാണ്. എൻ്റെ പേര് ആഷിഖ്. ഇതെൻ്റെ ലൈഫ് സ്റ്റോറി, അൺകട്ട് ലൈഫ് സ്റ്റോറി. എൻ്റെ പേര് ആഷിഖ്. തിരുവനന്തപുരം വള്ളക്കടവിലാണ് എൻ്റെ താമസം. നമ്മുടെ ഈ പാർവതി പുത്തനാറിൻ്റെ പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത്. അതുകൊണ്ട് കൊച്ചുനാളിലെ കണ്ടതാണ് ഈ പാർവതി പുത്തനാറും അതിൻ്റെ ജലമൊഴുക്കും എല്ലാം അത്ര മനോഹരമായിരുന്നു. മറ്റുള്ള ആറിനേക്കാളും അത്രയും വൃത്തിയായിട്ട് കിടന്ന ഒരു പാർവതി പുത്തനാറ് ആയിരുന്നു. ഈ അവസ്ഥ കണ്ട് ആ കൊച്ചുനാളിലെ ഉള്ള ആ ഒരിത് കണ്ടത് കൊണ്ടാണ് നമ്മൾ ആ വലുതായി വന്ന ടൈമിന് ഇങ്ങനെ പോയല്ലോ എന്നൊരു സങ്കടം വന്നുപോയി. ഒരു 10-22 വർഷം കൊണ്ട് ഇങ്ങനെ ആയിപ്പോയി പാർവതി പുത്തനാറ്. അപ്പോൾ അതങ്ങനെ കണ്ടു കെട്ടാൻ പറ്റൂല, ഇനി നമുക്കത് ശരിയാക്കി എടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. ആ ഇറങ്ങി വൃത്തിയാക്കി കുറേ കാര്യങ്ങളെല്ലാം പ്ലാസ്റ്റിക് മാലിന്യമാണ് കിടക്കുന്നതെല്ലാം. പ്ലാസ്റ്റിക് മാലിന്യവും പ്ലാസ്റ്റിക് ചാക്കുകളും കോഴി വേസ്റ്റുകളും പിന്നെ അതിൽ കിടക്കുന്ന തുണികളും ഈ വീടുകളിൽ ഉപയോഗശൂന്യമായ തുണികൾ, പ്ലാസ്റ്റിക് ഐറ്റങ്ങൾ എല്ലാം വാരി ഇട്ടിരിക്കുന്ന എല്ലാം പാർവതി പുത്തനാറിലാണ്. അത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഞാൻ പല ഇതിലും കാണിച്ചു തരുന്നുണ്ട്. വീഡിയോയിൽ തന്നെ ഇതിൽ ഉണ്ട്, ഇവരെടുത്തിരിക്കുന്ന വീഡിയോയിലുണ്ട്. ആ വീഡിയോയിൽ തന്നെ പ്ലാസ്റ്റിക് മാലിന്യമാണ് ഏറ്റവും കൂടുതൽ ഈ പാർവതി പുത്തനാറിലുള്ളത്. വളർന്നു വരുന്ന ഈ തലമുറയ്ക്ക് നമ്മൾ പാർവതി പുത്തനാറിൻ്റെ ആ ശോചനീയാവസ്ഥ മാറ്റി ആ ബോട്ട് സർവീസും ഗവൺമെൻറ് പറഞ്ഞ പോലെ ബോട്ട് സർവീസും ഇതൊക്കെ വരാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാനും എൻ്റെ കുടുംബവും അതിലുപരി എൻ്റെ നാട്ടുകാരിൽ പലവരും, ചിലവർ ഇതിനെ കളിയാക്കുകയും അല്ലെങ്കിൽ അതിനെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെ എൻ്റെ ഒരു അഭിപ്രായം പറയുന്ന, ഞാനിരുന്ന് പോയാലും അല്ലെങ്കിൽ വരുന്ന തലമുറ എനിക്ക് വേണ്ടിയോ